നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ജാവ ഫൺ ചെടികളിൽ കുറച്ച് നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ട് 2 സെപ്പറേറ്റ് കണ്ടെയ്നറുകളിൽ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന 2 കണ്ടെയ്നറുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. ഈ ചെടി നിങ്ങൾ വാങ്ങി വളർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് കണ്ടെയ്നറുകളിൽ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിനകത്ത് നിറച്ച് ഇതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഉണ്ടായി വന്നപ്പോൾ നമുക്ക് പ്ലാന്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലോട്ട് ചെയ്തിടാൻ തുടങ്ങി. ഇങ്ങനെ അക്വേറിയത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നിരുന്ന പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 2 കണ്ടെയ്നറുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 കണ്ടെയ്നറുകളും ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടുണ്ട്. ഒരു ദിവസം മുമ്പ് ഇതിലേക്ക് ഞാൻ കുറച്ച് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് പ്ലാറ്റികളാണ്. നമ്മുടെ ചെറിയ ഔട്ട്ഡോർ ടാങ്കിൽ റെഡ് പ്ലാറ്റുകളുടെ കുഞ്ഞുങ്ങൾ കുറേ എടുക്കുന്നുണ്ട് ബ്രീഡായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ 2 കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനുകളെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൽ നിന്ന് കുറേ ന്യൂട്രിയൻസ് ഒക്കെ ഈ ചെടികൾ വലിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീനുകൾക്ക് നമ്മൾ ഫുഡൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അംശമൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോൾ ഈ ചെടികൾ അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ചെടികൾക്ക് ബേസിക് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. ഈ ജാവ ഫേണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ബേസിക് ന്യൂട്രിയൻസ് മതി. എന്നാൽ എല്ലാ അക്വേറിയം ചെടികളും ഇങ്ങനെയല്ല. ചില ചെടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ വേണം. അത്തരം ചെടികൾക്കൊക്കെ അഡീഷണൽ ആയിട്ട് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചെടിക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ആഡ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള അളവുണ്ട്. അത്രയും അളവ് മാത്രമേ നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മീനുകൾക്കും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൽഗെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. മീനുകളുടെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസറൊക്കെ ഒരു പരിധി കൂടുതലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആവശ്യത്തിന് ലൈറ്റും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഗെ നല്ല രീതിയിൽ വളരും. ആൽഗെ ഓവറായിട്ട് വളരാതിരിക്കാനായിട്ട് ലൈറ്റും നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ലൈറ്റ് മാത്രം ഇതിലേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ നമ്മൾ വെച്ചിട്ടുള്ളത് ടെറസിൻ്റെ മുകളിൽ ഡ്രസ്സ് അടിച്ചതിന് കീഴിലാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള സൺലൈറ്റ് മാത്രമാണ് സൈഡിൽ നിന്ന് അടിക്കുന്നത്. പിന്നെ ഈ ജാവ ഫൺ ചെടികൾക്ക് ലോ ലൈറ്റ് മതി, ലോ ടു മോഡറേറ്റ് മാക്സിമം മതി ഇവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ടുള്ള ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതാണ് ഈ ചെടികളുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ലോ ലൈറ്റ് മതി, അല്ലെങ്കിൽ മാക്സിമം ലോ ടു മോഡറേറ്റ്, പിന്നെ ബേസിക് ന്യൂട്രിയൻസും മതി. അപ്പോൾ ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇത്. സ്ലോ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ഈ ജാവ ഫൺ എന്ന് പറയുന്നത് ഒരു റൈസോം പ്ലാന്റ് ആണ്. ഇപ്പോൾ ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ അടിഭാഗത്ത് വിരിച്ചിരിക്കുന്നത് മെറ്റലാണ്, അതായത് ചെറിയ പാറയുടെ പീസുകളാണ്. അത് ഒരു ചെറിയ ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പുകളിലേക്കാണ് നമ്മൾ ഇതിൻ്റെ റൈസോം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മെറ്റൽ പീസുകളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചെടി ഫിക്സ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ റൂട്ടിന് പാസ് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ഇറങ്ങിച്ചെല്ലും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചെടികൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 1 മാസം ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് ഈ ചെടികളെല്ലാം വളരെ ചെറിയ സൈസായിരുന്നു, ഇലകളെല്ലാം വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസിലേക്ക് ഇലകളും കാര്യങ്ങളെല്ലാം വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രൗൺ കളറുള്ള ഇലകൾ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതെന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം നമ്മൾ അക്വേറിയത്തിൽ നിന്ന് എടുത്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്വേറിയത്തിനകത്ത് നിറച്ച് ഇതുപോലെ ഉണ്ടായി വന്ന സമയത്ത് നമ്മൾ കുറേ ഫ്ലോട്ട് ചെയ്യിച്ചിട്ടു. അങ്ങനെ ഫ്ലോട്ട് ചെയ്യിച്ചിട്ടപ്പോൾ ഉൾഭാഗത്ത് നിൽക്കുന്ന ചെടികൾക്ക് സൺലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നു. അങ്ങനെ വന്ന കുറേ ചെടികളുടെ ഇലകൾ ഇങ്ങനെ ബ്രൗൺ കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചെടികളെ നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇലകൾ ഫുള്ളായിട്ട് ബ്രൗൺ കളറിലേക്ക് മാറി, അത് മൊത്തം കേടായി പോയി. എന്നിട്ട് അതിൻ്റെ റൈസോമിൽ നിന്ന് പുതിയ ഇലകൾ, അതാണ് ഈ പച്ച നിറത്തിൽ കാണുന്നത്, പുതിയ ഇലകൾ മുളച്ച് വന്നതാണ്. ഈ ചെടികളുടെ ഇലകൾ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ സൺലൈറ്റ് കിട്ടാതെയോ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ pHൻ്റെ ഒക്കെ പ്രോബ്ലം കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കേടായി പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ചെടിയെ നമുക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. കാരണം ഇതിൻ്റെ ഒരു റൈസോം മാത്രം മതി. നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയ ഇലകൾ കണ്ടിന്യൂസ് ആയിട്ട് മുളച്ച് വന്നുകൊണ്ടിരിക്കും. ഇത് അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള ഒരു ചെടിയാണ്. അങ്ങനെ സാധാരണ ചെറിയ ചെറിയ ഇഷ്യൂസിനൊന്നും ഇത് കേടായി പോകാറില്ല. എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ വന്നാൽ മാത്രമാണ് എന്തെങ്കിലും പ്രശ്നം വരുന്നത്. നമ്മൾ വാട്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. നമ്മുടെ അക്വേറിയത്തിലാണെങ്കിൽ ഈ കണ്ടെയ്നറിലാണെങ്കിൽ നമ്മൾ എയറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുത്തു പോകുന്നത്. നമ്മളൊരു സൈഫോൺ ഉപയോഗിച്ചിട്ട് ഒരു 30% വെള്ളം കളയും, എന്നിട്ട് ആ 30% ടോപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് കുറച്ച് പൊടിമീനുകളെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായി വരുമ്പോൾ ഇതിനകത്ത് അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ സൈഫോൺ ഉപയോഗിച്ചിട്ട് വെള്ളം വലിച്ച് കളയുമ്പോൾ അതോടൊപ്പം നമ്മൾ വേസ്റ്റും വലിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെടികൾ നല്ല രീതിയിൽ തിക്കായിട്ട് വളർന്നു വരും. അപ്പോൾ നമുക്ക് അടിഭാഗത്ത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും പറ്റാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ വെള്ളം നല്ല കണ്ടീഷനായിട്ട് വേണം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതായത് വെള്ളത്തിനകത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എല്ലാം നാച്ചുറലായിട്ട് തന്നെ ഫോം ചെയ്തോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീനുകൾക്ക് എടുക്കുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ നല്ല ബാക്ടീരിയകളാണ് ഈ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിനകത്തുള്ള അമോണിയ നൈട്രൈറ്റ് ആയിട്ടും പിന്നീട് നൈട്രേറ്റ് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ അമോണിയ നൈട്രേറ്റ് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾ അത് വളമായിട്ട് യൂസ് ചെയ്തോളും. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ വാട്ടർ ചേഞ്ച് മാത്രം കൊടുത്തു പോയാൽ മതി. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ചെടികൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു വന്നോളും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസം ആയിട്ടുണ്ട്.
ഒരു ദിവസം മുമ്പാണ് ഞാൻ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു മാസമായിട്ട് ഇതിനകത്ത് ഫെർട്ടിലൈസറോ വേറെ ന്യൂട്രിയൻസോ കാര്യങ്ങളൊന്നുമില്ല. മീനുകൾ ഇപ്പോഴാണ് ആഡ് ചെയ്തത്. അപ്പോൾ മീനുകളുടെ വേസ്റ്റും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു ന്യൂട്രിയൻസും ഇതിനകത്ത് കിട്ടാതെ തന്നെ ഈ ചെടികൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഈ ജാവാഫൺ ചെടികൾ നല്ല ഹാർഡി ആയിട്ടുള്ള ചെടികളാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ്. സ്ലോ ഗ്രോത്ത് ആണ് എങ്കിലും അടിപൊളിയായിട്ടുള്ള ചെടിയാണ്. നല്ല കട്ടിയുള്ള ഇലകളാണ്, കട്ടിയുള്ള റൈസോമാണ്. പെട്ടെന്നൊന്നും കേടായി പോകുന്ന ചെടിയല്ല. ഈസി കെയർ മതി. നമുക്ക് നല്ല രീതിയിൽ ഇത് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ റൈസോം കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൂടാതെ നാച്ചുറലായിട്ടും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഇലകൾക്കടിയിൽ നിന്ന് പുതിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായി വരും. അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് പുതിയ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാം. മറ്റു ചെടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കല്ലുകളിലും ഡ്രിഫ്റ്റ് വുഡിലൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ജാവാഫൺ ചെടികളെ പ്രൈസ് കൂടിയ കാറ്റഗറിയിൽ വരുന്ന ചെടികളാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ ഒരു ചെടി എല്ലാ അക്വേറിയം ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.